ഇവിടെ വന്ന് നീ കിണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിടന്നിട്ട് നമുക്ക് മൂന്നേർക്ക് ഉറക്കം വന്നിട്ടില്ല. അവളുമാർ രണ്ടുപേരും കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോയാലും എവിടുന്ന് ഒരു അശരീരിയിട്ട് ഞങ്ങളുടെ ഡ്രസ്സ് മാറ്റി ഇറങ്ങിയതാണ്. ഇവിടുത്തെ ആ പ്ലാൻ ഫ്രൈഡ് റൈസിലേക്ക് മാറി. ഞങ്ങൾ മൂന്നേരും ഇൻവെർട്ടർ സൈഡിൽ പോയി ഓർഡർ ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. പിന്നെ ആ കൂട്ടത്തിൽ തിരിച്ച് മറിച്ച് നോക്കിയാൽ എനിക്ക് കുറച്ചും കൂടി ധൈര്യമുള്ളൂ. ഞാനാണ് സിംഗപ്പെണ്ണ്. സോ ഞാൻ തന്നെ പോയി ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഫുഡിന് വേണ്ടി. നല്ല വിശന്നിരിക്കുകയാണ് നമ്മൾ സമയത്ത്. ഇപ്പം നമ്മുടെ സ്ഥിരം വരുന്നത് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നല്ല വിശന്നിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പാതിരാത്രി ആകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പാണ്. അങ്ങനെ നേരെ പോയിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂട് ഫ്രൈഡ് റൈസ് ഊതി കഴിക്കാൻ വേണ്ടിയായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ നല്ല ഫ്രൈഡ് റൈസ് ഇരുന്ന് കഴിച്ചപ്പോൾ തന്നെ കുറച്ച് സമാധാനം കിട്ടി. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വയറ് നിറഞ്ഞ് നന്നായിട്ട് ഉറങ്ങാമല്ലോ. ഒരുത്തി ഇവിടെ ഇരുന്ന് സ്പൂണൊക്കെ വെച്ച് കോരി കഴിക്കുന്നുണ്ട്. മദാമ്മയുടെ കാര്യമൊന്നും പറയണ്ട. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വയറ് പൊട്ടാറായിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രൗണി കണ്ടപ്പോൾ ഞാൻ അതും കൂടി മേടിച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ടും വയറ്റിൽ സ്ഥലം ഇല്ലെങ്കിൽ പോലും കുറുക്കറെ മേടിച്ചിട്ടുണ്ട് നേരെ റൂമിലേക്ക് പോട്ടോ. ഒരുത്തി പട്ടിഷ കാണിക്കുന്നുണ്ട് രാത്രി റോഡിൻ്റെ നടുവിലൂടെ നടന്നിട്ട്. അങ്ങനെ നേരെ വയറ് നിറച്ച് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കിടന്ന് ഉറങ്ങി. ഒരുത്തി 1:30 ആയപ്പോൾ ഇവിടെ നിന്ന് കുളിച്ച് തുണി അലക്കാൻ വേണ്ടി തോന്നി. എന്തൊക്കെ പ്രാന്താണ്. എന്താ ടാറ്റാ.